ഡൽഹി ചെങ്കോട്ട കാർ സ്ഫോടനത്തിൽ ശക്തമായ പരിശോധനയും അന്വേഷണവും തുടർന്ന് വിവിധ ഏജൻസികൾ. NIA ഏകോപനം ഏറ്റെടുത്തു. ആസൂത്രിത ആക്രമണമല്ലായിരുന്നു എന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഉമർ നബിയാണ് കാർ ഓടിച്ചിരുന്നതെന്ന് കണ്ടെത്തിയതോടെ പുൽവാമയിലെ ഉമർ നബിയുടെ വീടും കർശനമായ നിരീക്ഷണത്തിലായി. ഉമർ നബി 2 മാസമായി വീട്ടിലെത്തിയിട്ടെന്ന് കുടുംബാംഗങ്ങൾ മലയാളം ചാനൽ പ്രതിനിധിയോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N. വാസു എന്ന വൻമരം വീണു. 27-ാം വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായി പടിപ്പടിയായി ഉയർന്ന് മുൻമന്ത്രി ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നിങ്ങനെ അധികാരത്തിന്റെ വിവിധ തട്ടുകളിൽ നിർബാധം വിഹരിച്ചിരുന്ന N. വാസു ഇന്നലെ അറസ്റ്റിലായി. രാത്രി തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി 14 ദിവസത്തെ റിമാൻഡിൽ ജയിലിലുമായി. കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപേക്ഷ നൽകി ഇനി SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N. വാസുവിന് പിന്നാലെ അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറിലേക്കായിരിക്കും ഇനി അന്വേഷണം നീങ്ങുക എന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ മന്ത്രി VN വാസവനെയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഉടൻ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതോടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 7ഉം NDA സഖ്യം തുടരുമെന്ന് സൂചന നൽകി. 2ാം റൗണ്ടിൽ 122 സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. വെള്ളിയാഴ്ച വോട്ടെണ്ണൽ നടക്കും. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഡൽഹി സ്ഫോടനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാമൂഹ്യവിരുദ്ധ രാജ്യവിരുദ്ധ ശക്തികളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നേമം സഹകരണ ബാങ്കിൽ നടന്നത് 50 കോടിയുടെ ക്രമക്കേടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിപ്പെടുത്തി. പലർക്കും അനർഹമായി വായ്പകൾ അനുവദിച്ചു. തിരിച്ചടവ് നടന്നില്ല. ബോളിവുഡ് താരം ധർമ്മേന്ദ്ര മരണപ്പെട്ട വാർത്ത ഭാര്യയും നടിയുമായ ഹേമമാലിനി നിഷേധിച്ചു. വെന്റിലേറ്ററിൽ നില മെച്ചപ്പെടുന്ന സമയത്ത് രാജ്യം മുഴുവൻ പരന്ന മരണവാർത്ത ശരിയല്ല എന്നും അവർ പറഞ്ഞു. തിരുവനന്തപുരത്ത് വെട്ടുകാട് പള്ളി തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂബ ഡൈവിംഗ് പ്രാക്ടീസിനിടെ കടന്നുപിടിച്ച കോച്ചിനെതിരെ പെൺകുട്ടികൾ പരാതി നൽകി. തിരുവനന്തപുരത്തെ സ്കൂളിലെ NCC കേഡറ്റുകൾക്ക് വർക്കല കാപ്പിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.